ദേ മഹിമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലിൽ നീ അവിടെ ചെന്ന് ഇതുപോലെ സംസാരിക്കരുത്. മകളെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല, പക്ഷേ ആ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്യരുത്, കൊച്ചാക്കരുത്. പഴയതുപോലെ അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലേ ഞാൻ അറിഞ്ഞ എന്റെ വിധം മാറും. ഞാൻ പിന്നെ മനുഷ്യനായിരിക്കില്ല. എന്തു പറ്റി? ആ വീട്ടിലുള്ളവര് നിങ്ങൾക്ക് വല്ല കൈവശം തന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? മഹിമേ, ജീവിച്ചിരിക്കുമ്പോ എല്ലാവരും സ്നേഹിക്കുക. എന്തിനാണ് ഈ വൈരാഗ്യമൊക്കെ? വെറുപ്പ് കൊണ്ട് നമുക്ക് കുറച്ച് ശത്രുക്കളെ ഉണ്ടാക്കാമെന്നല്ലാതെ വേറെ എന്ത് നേടാനാണ്? പക്ഷേ സ്നേഹം കൊണ്ട് ഒരുപാട് നേടാനുണ്ട്. നമ്മൾ സ്വയം മാറിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കൊരിറ്റ് വെള്ളം പോലും തരാൻ ആരും ഉണ്ടാവില്ല. നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മനസ്സിലുള്ള ദുഷ്ടതകളൊക്കെ കളഞ്ഞ് മനസ്സ് ശുദ്ധീകരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, നന്നാവുക. ആ മൈമേ, ഞാൻ എവിടെ പോകണമെന്നുള്ള സർപ്രൈസ് അങ്ങ് പൊളിക്കാം. ഞാൻ പോകുന്നതേ റിട്ടയർഡ് ഡ്രൈവർ രവീന്ദ്രന്റെ വീട്ടിലേക്കാ, എന്റെ മകളെ കാണാൻ. ആദ്യമായിട്ട് പോവുകയല്ലേ, എന്തെങ്കിലും വാങ്ങിക്കണം എന്റെ മോൾക്ക്. പോകുമ്പഴി വാങ്ങിക്കാം. എന്നെ കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാവും. അവളുടെ കണ്ണിലെ സന്തോഷം എനിക്ക് കാണണം. ഇദ്ദേഹത്തിന് ഇതെന്താ പറ്റിയത്? ഭ്രാന്തായോ? സുധി ഒഴികെ ഈ വീട്ടിലെല്ലാവരും സന്തോഷത്തിലാ. അവൻ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാ ചന്ദ്രേ? അതിന് അവൻ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളൊക്കെ അവന്റെ കൂടെ ഇല്ലേ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? ഇപ്പൊ അവസാനം എന്താ സംഭവിക്കാൻ പോണെന്നറിയോ? ഈ വീടും നമ്മളെയൊക്കെ വിട്ടിട്ട് അവൻ ശ്രുതിയുടെ അടുത്തേക്ക് പോകും. ആ നോക്കിക്കോ, അവനവന്റെ അമ്മയെ ഉപേക്ഷിക്കും. അവന്റെ ഭാര്യയോടൊപ്പം പോയി ജീവിക്കും. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല രവിയേട്ടാ. ഞാൻ വരച്ച വരയിൽ അവൻ നിൽക്കും. ഒടുക്കം അവൻ അവന്റെ ഭാര്യയെ ഉപേക്ഷിക്കും. എന്നിട്ട് വേറൊരു പെണ്ണിനെ കെട്ടി അവന്റെ അമ്മയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കും. നമുക്ക് കാണാം. നിങ്ങൾ വന്നോ? ഡോക്ടർ എന്ത് പറഞ്ഞു? സ്കാൻ ചെയ്തിരുന്നു വെച്ചാ ഒരു കുഴപ്പമില്ല. റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ചു നാള് ലീവ് എടുക്ക്. ഞാൻ ഇവളോട് പറഞ്ഞതാ, കേക്കണ്ടേ? ഇന്നിപ്പോ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാരുടെയും ഡോക്ടർമാരുടെയും കൈകളിലാണ് പെണ്ണുങ്ങൾ. മുൻപ് എന്റെ അമ്മ 10ാം മാസം വരെ വയലിൽ ജോലിക്ക് പോയിരുന്നു. അതെ അതെ അതെ, വയലിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയില് പ്രസവനം വന്നു. കൂടെ ഉള്ളവരോട് ഞാൻ ഇപ്പൊ പ്രസവിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛമ്മ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് പ്രസവിച്ചു. ആ കുട്ടിയാണ് നമ്മുടെ അച്ഛൻ. എല്ലാരും നല്ല സന്തോഷത്തിലാ. അധികം സന്തോഷിക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് ഒഴിവാക്കിയിരിക്കും. ഡോക്ടർ എഴുതിയ മെഡിസിൻസ് ഒക്കെ ഒന്നിച്ച് കഴിച്ചാ ഒഴിവാവോ? വർഷേ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി, മെഡിസിൻസ് ഒക്കെ കഴിക്കണ്ടേ? സമയമായി. അതെങ്കിൽ ഞാൻ കഴിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, മെഡിസിൻസ് ഒക്കെ സമയത്തിന് ഞാൻ എടുത്തു തരാം. നീ അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. പെട്ടുപോയല്ലോ ഞാൻ. നീ വന്നേ, വാ. നീ ചെല്ലടാ. സൂക്ഷിച്ചു കയറണേ. ഞാനാണോ അത് പൂക്കാരിയാണോ വർഷയുടെ അമ്മായിയമ്മ? നീ ചെയ്യേണ്ടത് ചെയ്യാണ്ടിരിക്കുമ്പോ രേവതി മോളത് ചെയ്യും, അത്രേ ഉള്ളൂ. നീയേ രേവതി മോളെ കണ്ടുപഠിക്കേ. ഒരു ചേച്ചിയെ പോലെയല്ല, അമ്മയെ പോലെയാ അവള് വർഷയെ നോക്കുന്നേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സുധിക്ക് ആദ്യം കുട്ടിയുണ്ടാവണമെന്ന് ചന്ദ്ര ആഗ്രഹിച്ചിരുന്നു അല്ലേ? അത് നടന്നില്ല. അതിന്റെ വിഷമം നിനക്കുണ്ട്. ശ്രീകാന്ത് നിന്റെ മോൻ തന്നെയല്ലേ ചന്ദ്രേ? അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് നേരാ. എന്ന് കരുതി ശ്രീകാന്തിന് കുഞ്ഞു പിറക്കുന്നതിൽ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. സന്തോഷം തന്നെയാ. സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ഇത്തിരി കുറവാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പെണ്ണ് ചാടി കടിക്കാൻ വരിക. അതാ ഞാൻ അവളുടെ കാര്യങ്ങളൊന്നും നോക്കാത്തെ.
രവിയേട്ടാ ദേ വർഷയുടെ മധുസൂദനാ? ആ രവീന്ദ്ര, നീ എന്താ പറഞ്ഞത്? നിന്റെ മക്കൾ നീ നല്ല രീതിയിലാണ് വളർത്തിയത്. അവര് നീ പറയുന്നതിനപ്പുറം ഒന്നും നടക്കില്ല, അനുസരണയുള്ളവരാണ്, അവർ തെറ്റൊന്നും ചെയ്യില്ല. ഇതാണോ നീ വളർത്തിയതിന്റെ ലക്ഷണം? രവീന്ദ്ര, രവീന്ദ്ര, ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ? വരൂ. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? വിശ്വാസം വരുന്നില്ലേ? ഇയാളോ? ഞാൻ വർഷയുടെ അച്ഛൻ തന്നെയാ, മധുസൂദനൻ. നിങ്ങളെന്താ അവിടെ? എന്തിനാ അവിടെ വന്നേ? പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ചോദിക്കാനാണ് വന്നതെങ്കിൽ വർഷയുടെ അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല. എന്റെ സ്വഭാവം തനിക്കറിയാലോ. പഴയ കാര്യങ്ങൾ കുത്തി പൊക്കാനല്ല ഞാൻ വന്നത്. പഴയ കാര്യങ്ങളൊക്കെ മറന്ന ഞാൻ ഇവിടെ വന്നത്. എന്റെ മോളെ കാണണം, നിങ്ങളൊക്കെ കൂടി കാണാനാണ് ഞാൻ വന്നത്. എന്താ എല്ലാരും ഇങ്ങനെ വിശ്വാസം വരാത്ത പോലെ നോക്കുന്നത്? അച്ഛാ, ആ മോളെ, മോള് ഈ അച്ഛനോട് ക്ഷമിക്കണം. മോളാണ് ശരി, ഈ അച്ഛനാണ് തെറ്റുപറ്റിയത്. ക്ഷമിക്കും മോളെ. നീ സ്നേഹിച്ച ചെറുക്കനെ നീ നിന്റെ ജീവിതത്തോട് ചേർത്തു. അതിലെന്താ തെറ്റ്? ഞാൻ എതിർക്കരുതായിരുന്നു. സന്തോഷത്തോടെ നിങ്ങളുടെ കല്യാണം നടത്തി തരണമായിരുന്നു. ഞാനത് ചെയ്തില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നിങ്ങളുടെ വഴി തിരഞ്ഞെടുത്തത്. ഈ അച്ഛന് തെറ്റുപറ്റിപ്പോയി മോളെ. സ്വർഗം പോലൊരു വീടായത്. അങ്ങോട്ടേക്കാ നീ കയറി വന്നത്. അതച്ഛൻ മനസ്സിലാക്കാതെ പോയി. മോനെ, നിന്റെ കയ്യില് പണമില്ല എന്നതായിരുന്നു ഞാൻ കണ്ട കുറ്റം. എന്നാ നിന്റെ കയ്യിൽ ആവോളം സ്നേഹവും നന്മയുണ്ട്. അത് ഞാൻ കാണാതെ പോയി. നിന്നെ കിട്ടിയ എന്റെ മോള് ഭാഗ്യവതിയാ. ഇത് എന്റെ അച്ഛൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഞാൻ സർവീസിലുള്ള കാലം മുതലേ ഈ ശ്രീകാന്തിന്റെയും വർഷയുടെയും വിവാഹം കഴിയുന്നത് വരെ നിങ്ങൾ എന്നെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്നെ കുത്തി നോവിക്കുന്നതിലും മാനസികമായിട്ട് തളർത്തുന്നതിലും അപമാനിക്കുന്നതിലൊക്കെ നിങ്ങൾ ആനന്ദം കണ്ടെത്തിയിരുന്ന മനുഷ്യനാ. നിങ്ങൾ എന്നെ പരിഹസിച്ച് ചിരിക്കാറുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിരിക്കുന്നത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നു കയറിയപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. നിങ്ങൾക്ക് എന്താ പറ്റിയ? അതെ, എന്തുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം? ഇദ്ദേഹത്തിന് ഒരു മനമാറ്റം ഇല്ലമ്മേ. ഇതൊക്കെ അഭിനയ. അച്ഛാ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്ന് പറയാറില്ലേ? അതിന് അദ്ദേഹം വന്നേ. ദേ, എന്താ നിങ്ങളുടെ മനസ്സിൽ? നമ്പർ ഇറക്കാണ്ടല്ലോ. ഞങ്ങളെന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? അഭിനയൊക്കെ മതിയാക്കി ഇറങ്ങി പോവാൻ നോക്ക്. സച്ചി, അങ്ങനെ പറയരുത്. ഇത് അഭിനയമല്ല. ഞാൻ ഹൃദയത്തിൽ തട്ടി പറയുന്നതാ. ഹൃദയത്തിൽ തട്ടി പറയുന്നു. എനിക്ക് തെറ്റ് സംഭവിച്ചു. അതിന് നിങ്ങളോടൊക്കെ ക്ഷമ പറയാനും എന്റെ മോളെ കാണാനും വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ല, അതെന്താ പെട്ടെന്നിങ്ങനെ തോന്നാൻ കാരണം? മനുഷ്യന്റെ മനസ്സ് മാറാൻ വർഷങ്ങളൊന്നും വേണ്ട സുധി. ഒരു നിമിഷം മതി. ഒരു ചെറിയൊരു അനുഭവം
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം, ചിലരുടെ വാക്കുകൾ, എന്തിന് കൊണ്ടോട്ട് നിൽക്കണം. നോട്ടം പോലും ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. ഞാനൊരു മോശം മനുഷ്യനായിരുന്നു ഇന്നലെ വരെ. എന്നാ ഇന്ന് അങ്ങനെയല്ല. മനുഷ്യനായ ദാ ഈ രവിയെ പോലെ ജീവിക്കണം. രവതി, എന്തൊരു അഭിനയ അയാളുടെ. സച്ചേട്ടനൊന്ന് അടങ്ങ്. എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. എനിക്ക് രവിയോട് അസൂയ തോന്നുക. എന്ത് നല്ല മനസ്സാ നിങ്ങളുടേത്. നിങ്ങളെല്ലാവരും സ്നേഹിച്ചു, എന്നെ എല്ലാവരും വെറുത്തു. എന്റെ മോളെ കെട്ടിയ ശ്രീകാന്തിനെ ഞാൻ ശത്രുവിനെ പോലെയാ കണ്ടത്. എന്നാൽ രവീന്ദ്രനോ, അവൻ കെട്ടിക്കൊണ്ടുവന്ന എന്റെ മകളെ സ്വന്തം മകളെ പോലെ കണ്ടു. അതാ ഞാനും രവിയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ കാരണം രവിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ തന്നെ അവമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണം രവീന്ദ്ര. സച്ചേട്ടാ നിർത്തോ തന്നെ സോപ്പിടലൊക്കെ. സച്ചി, ഞാൻ കാരണം എന്തൊക്കെ വിഷമങ്ങളുണ്ടായി. രേവതിയുടെ കരയുന്ന മുഖം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. നിങ്ങളെയൊക്കെ ഞാൻ വേദനിപ്പിച്ചു. അന്നെന്റെ കയ്യിൽ നിന്ന് കിട്ടി ആടി ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് അഭിനയിക്കുന്നു. ഭയങ്കര ധൈര്യമാണല്ലോ നിങ്ങക്ക്. സച്ചി, ഞാൻ അഭിനയിക്കുന്നതല്ല എന്ന് പറഞ്ഞില്ലേ. മഹിമയോടെ വന്നിട്ട് എന്തെങ്കിലും കുത്തി വിട്ടിട്ട് പോകാറുണ്ടെന്ന് എനിക്കറിയാം. അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവൾക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഇനി അതുണ്ടാവില്ല. മോളൊരു അമ്മയാകാൻ പോവാ. അച്ഛന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് മോളെ. എത്ര പെട്ടെന്നാ കാലം പോകുന്നത്. ഇന്നലെ വരെ ഞാൻ എടുത്തോണ്ട് നടന്ന കുട്ടിയായത് ദാ ഇന്ന് അമ്മയാകാൻ പോകുന്നു. ഇപ്പോ തലയിലെ ഭാരം ഇറക്കി വെച്ച പോലെ തോന്നുക. സമാധാനമായി എനിക്ക്. ഞാൻ മുന്നേ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. അങ്ങനെ എനിക്കിപ്പോ തോന്നുന്നത്. എല്ലാവരും കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതിലും സന്തോഷം. മോളെ, അച്ഛൻ പോയിട്ട് വരാം. മധുസൂദന, ഏതായാലും ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. മോളെ രേവതി, ചായ എടുക്ക. മധുസൂദന ഇരിക്കേ. ആ, ശ്രുതി, നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, വാ. അതെ, നീ ഇങ്ങനെ കൂടെ കൂടെ വരണമെന്നില്ല. ചന്ദ്രയുടെ അവിടുന്ന് എന്തെങ്കിലും വിവരം അറിഞ്ഞാലേ ഞാൻ നിന്നെ വിളിച്ചു പറയാം. ആന്റി, ഒന്നും അറിയാൻ വേണ്ടി വന്നതല്ല. ആന്റിയോടൊരു കാര്യം പറയാൻ വേണ്ടി ഞാനിവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. നിങ്ങൾ ഇരിക്കെ. ഇരിക്കാനൊന്നും സമയമില്ല ആന്റി. ശരി, നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ. ആന്റി കണ്ടില്ലേ, ഇത് തന്നെയാ പറയാനുള്ളത്. ഛർദിലോട് ഛർദില്. അയ്യോ ശ്രുതി, എന്തു പറ്റി ശ്രുതി? എന്താ പറ്റിയെന്ന് ആന്റിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പ്രഗ്നന്റ് ആന്റി. പ്രഗ്നന്റോ? കള്ളം പറയുവാണോ നീ? ഇതൊക്കെ ആരെങ്കിലും കള്ളം പറയോ?
സത്യ. വർഷ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. എന്നിട്ട് എന്തേ നീ ഇത് നേരത്തെ പറയാതിരുന്നേ? നീ ഇവിടെ കൂടെ കൂടെ വരുന്നതല്ലേ? വർഷ അമ്മയാവാൻ പോകുന്നുള്ള കാര്യം പറഞ്ഞപ്പോ പോലും നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തോ കള്ളക്കളി ഉണ്ടല്ലോ. കള്ളത്തിലൊന്നും ഇല്ല ആന്റി. മീരയോട് ഒഴികെ ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. എന്നെ ഡിവോഴ്സ് ചെയ്ത് സുധിയെ കൊണ്ട് വേറൊരു പെണ്ണിനെ കെട്ടിക്കുന്ന ആന്റി പറയുന്നത്. എന്റെ കുഞ്ഞ് അച്ഛനില്ലാതെ വളരേണ്ടി വരില്ലേ ആന്റി? എങ്ങനെ വളർത്തും ഞാൻ ഈ കുഞ്ഞിനെ? അതുകൊണ്ട് അതുകൊണ്ട് ഇവളി കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാ ഞാൻ ആന്റിയോട് പോലും പ്രഗ്നന്റ് ആണെന്ന് പറയാതിരുന്നേ. അബോർഷൻ നടത്താൻ പലതവണ ഹോസ്പിറ്റലിൽ പോവാൻ നോക്കി. ഞാനാ വിടാത്തെ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ശ്രുതി, നീ മണ്ടത്തരം കാണിക്കല്ലേ. ദൈവം അനുഗ്രഹിച്ച് തന്നതല്ലേ, അത് നീയായിട്ട് ഇല്ലാതാക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യരുത് മോളെ. നീ ഈ കുഞ്ഞിനെ പ്രസവിക്കണം, വളർത്തണം. എനിക്കതിനുള്ള ആഗ്രഹം ഇല്ലഞ്ഞിട്ടാണോ? എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്തവസ്ഥ? നിന്റെ ആന്റി ഓരോന്നും പറയുന്നല്ലാതെ ശ്രുതി നിന്നെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാലേ അവന് സന്തോഷാവും. നിന്നെ അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അല്ല, നീ ഇത് അവനോട് പറഞ്ഞായിരുന്നോ? പറയാൻ വേണ്ടി എത്ര തവണ ഞാൻ സുധിയെ വിളിച്ചതാ, പക്ഷെ എന്റെ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. സുധിയോടും സുധിയുടെ അമ്മയോടും ആന്റി ഒന്ന് പറയണം. ആ, ഞാൻ പറയാം. ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ വീട്ടിൽ ചെന്ന് നേരിട്ട് രണ്ടുപേരോടും പറയാം. സുധിയെ പോലെ തന്നെ ചന്ദ്രയ്ക്കും സന്തോഷാവും. കഴിഞ്ഞതൊക്കെ മറന്ന് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ചന്ദ്ര സുധിയോട് പറയും. കഴിഞ്ഞതൊക്കെ മറന്ന് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ചന്ദ്ര സുധിയോട് പറയും. ഞാൻ ഇന്ന് തന്നെ പോയി അവരെ കാണാം. ദേ, നീ അരുതാത്തതൊന്നും ചിന്തിക്കല്ലേ മോളെ. ആന്റി, ആന്റി എനിക്ക് ദൈവത്തെ പോലെ. മീര ഇപ്പൊ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് ഞാൻ ഇങ്ങനൊന്നും പറയാതെ മോളെ. നീ സന്തോഷത്തോടെ ഇരിക്കെ, നല്ലതേ നടക്കൂ. താങ്ക്സ് ആന്റി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്ന് വന്നാലും ഒന്നും കഴിക്കാതെ പോകുന്നേ. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? ഞാൻ പായസം ഉണ്ടാക്കാൻ, കഴിച്ചിട്ട് പോയാ മതി. ഒന്നും വേണ്ട ആന്റി. ആന്റി പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഇതൊന്നും പറഞ്ഞാ മതി. ശരി. ശരി ആന്റി. പാവം. പ്ലാൻ സക്സസ്. വാ പോവാം, വാ. പാവം ശ്രുതി. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. പെട്ടെന്ന് ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി. ആ, മക്കളെ, അച്ഛൻ പോട്ടെ. ശ്രീകാന്തിനോട് മാറിയെന്നോളാൻ പറ, അല്ലെ അയാൾ ഞെക്കി കൊല്ലും. കുറച്ചു ദിവസം മക്കളോടൊപ്പം താമസിക്കണമെന്നുണ്ട്. മക്കൾ വന്ന് ഞങ്ങളോടൊപ്പം താമസിക്കില്ലല്ലോ. സാരമില്ല, അച്ഛൻ സൗകര്യം പോലെ അടുത്തൊരു ദിവസം ഇങ്ങോട്ടേക്ക് വരാം. 2-3 ദിവസം ഇവിടെ താമസിച്ചിട്ടേ പോകത്തുള്ളൂ. ആ, ഇങ്ങേരെ ഇവിടെ കയറ്റിയത് തന്നെ. ചന്ദ്രമതി, നിങ്ങളെപ്പോലൊരു അമ്മായിയമ്മയെ കിട്ടിയത് എന്റെ മകളുടെ ഭാഗ്യ. എന്തൊരു അഭിനയ. നിങ്ങളുടെ കുടുംബം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുക. വീടിന്റെ വലിപ്പത്തിലല്ല, അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സിന്റെ വലിപ്പത്തിലാ കാര്യമെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത്. മോളെ രേവതി, സച്ചി, ചന്ദ്രേ, ആ സുധി, മോനെ പോട്ടെ. ഓ ശരിയാണ്. ഇന്നു മുതൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്നറിയാമോ?
ഇല്ല, അറിയില്ല. ആ ദാ ഈ നിൽക്കുന്ന നിങ്ങളുടെ ദൈവം. അയ്യോ, അച്ഛനോ? ഇന്ന് മുതൽ രവി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓ, നമുക്കേ ഒരു ദിവസം എവിടെയെങ്കിലും കൂടാം. എനിക്ക് ആലപ്പുഴയിൽ ഹൗസ് ബോട്ടൊക്കെ ഉണ്ടല്ലോ. ഒരു ദിവസം കറങ്ങിയിട്ടൊക്കെ വരാന്നേ. നിക്ക് എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല മോനെ. കുടിക്കാത്ത എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി കുടിപ്പിച്ച് ആലപ്പുഴ കായലിൽ മുക്കി കൊല്ലാനല്ലേ നിങ്ങളുടെ ഉദ്ദേശം? മോനെ സച്ചി, ഞാൻ അത്രയ്ക്ക് ക്രൂരനാണെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? അഭിനയം നിർത്തിട്ട് ഇറങ്ങി പോടോ. നമ്മുടെ സുധിയെ ഒരച്ഛനാവാൻ പോവാ. നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? ഞാൻ സത്യം തന്നെയാ പറഞ്ഞേ. ശ്രുതി പ്രഗ്നന്റാ. അതെ, അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി എന്റെ ശ്രുതിയെ വിളിച്ചോണ്ടിരാൻ പോവാ. നീ നിന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് വന്നോ? പക്ഷേ ആ നിമിഷം ഞാനിവിടുന്ന് ഇറങ്ങും. പിന്നെ ഒരിക്കലും നീ നിന്റെ അമ്മയെ കാണില്ല.